ശരിയാണ്, KPCC പ്രസിഡന്റ് വിചാരിച്ച പോലെ പെരുമാറുന്നില്ല, അപ്ഡേറ്റഡ് അല്ല എന്നൊക്കെയുള്ള വിമർശനം കോൺഗ്രസിനകത്തും പുറത്തും ഒക്കെ ഉള്ളവർക്കുണ്ട്. പക്ഷെ VD സതീശൻ നിയമസഭയ്ക്കകത്തും പുറത്തുമെല്ലാം സർക്കാരിനോട് രൂക്ഷമായ ചോദ്യങ്ങൾ ചോദിക്കുന്നു, സർക്കാരിനോടുള്ള പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു. കോൺഗ്രസ്സുകാർ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു പ്രതിപക്ഷ നേതാവിനെ അവർക്ക് കിട്ടി എന്ന് കോൺഗ്രസ്സുകാർ തന്നെ പറയുന്നു. ആ നിലയ്ക്ക് VD സതീശൻ എന്ന നേതാവ്, ആ നേതാവിനെ കുറിച്ച് താങ്കൾ ഒരു ഓഡിറ്റ് റിപ്പോർട്ട് പറയാമോ? അതെന്തുമാത്രം വർക്ക് ചെയ്യാൻ സാധ്യതയുള്ള ഒരു ഐക്കണായി അദ്ദേഹം വളർന്നു കഴിഞ്ഞു എന്ന്? അല്ല, സതീശൻ ഒരു നല്ല നേതാവാണ്. നിയമസഭയിലെ അദ്ദേഹത്തിൻ്റെ പ്രകടനം എന്ന് പറഞ്ഞാൽ എക്കാലത്തും മികച്ച ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെക്കുന്നത്. പുതുപ്പള്ളിയിലും തൃക്കാക്കരയിലും നേടിയ ജയങ്ങൾക്ക് പിന്നിലും അദ്ദേഹത്തിൻ്റെ കൃത്യമായിട്ടുള്ള വർക്കുണ്ട്. പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും അദ്ദേഹത്തെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് കേരളത്തിലെ ജനങ്ങൾ പോലും കാണുന്നില്ല, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നേതാവായിട്ട് സാധാരണ ജനങ്ങൾക്ക് അദ്ദേഹത്തെ കാണാൻ പറ്റുന്നില്ല. ആ ഒരു ലെവലിലേക്ക് അദ്ദേഹത്തിന് ഉയരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അത് പിന്നെ കോൺഗ്രസിനുള്ളിൽ തന്നെ മറ്റ് നേതാക്കൾ, ഇപ്പോൾ ചെന്നിത്തലയെ പോലെയുള്ള നേതാക്കൾ, അല്ലെങ്കിൽ വേണുഗോപാലിനെ പോലെയുള്ള നേതാക്കൾ, ഇപ്പോൾ കഴിഞ്ഞ തവണ 21 സീറ്റ് കിട്ടിയ കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടി യോഗത്തിൽ ഏറ്റവും കൂടുതൽ കൈപൊക്കിയത് ചെന്നിത്തലയ്ക്ക് വേണ്ടിയാണ്. പക്ഷേ അത് അട്ടിമറിച്ചുകൊണ്ട് സതീശനെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്ക് മല്ലികാർജ്ജുൻ ഖാർഗെയും അജയ് മാക്കനും ഒക്കെ അന്ന് ഇവിടെ വന്ന് അദ്ദേഹത്തെ ഉയർത്തി. പക്ഷേ എല്ലാവരും അത് അടക്കം പറഞ്ഞെങ്കിലും പിന്നെ അത് നിന്നു. കാരണം എല്ലാവർക്കും ഒരു മാറ്റം വേണമായിരുന്നു. പ്രത്യേകിച്ച് ചെറുപ്പക്കാരായിട്ടുള്ള MLA-മാർക്കൊക്കെ ഈ ചെന്നിത്തലയെ വെച്ച് വീണ്ടും 5 വർഷം കൂടി പോയാൽ ഇവിടെ ജയിക്കില്ല എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ ആ കാലമൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോഴും കോൺഗ്രസിന് ഇപ്പോഴും ആ ഒരു ഇത്രയും പീരീഡ് കഴിഞ്ഞിട്ടും സതീശനും സുധാകരനും കൂടി പാർട്ടിയുടെ നില മെച്ചപ്പെടുത്താൻ പറ്റിയില്ല. ശരിയാണ്, നമുക്ക് സതീശനെ കുറ്റം പറയാൻ കുറച്ചേ പറ്റുള്ളൂ. കാരണം അദ്ദേഹത്തിൻ്റെ മേഖല എന്ന് പറയുന്നത് നിയമസഭയിലെ പ്രകടനവും അതുപോലെയുള്ള ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു ഇതാണ്. KPCC പ്രസിഡന്റിനാണ് പാളിച്ചകൾ കൂടുതൽ. പക്ഷെ അപ്പോഴും ഇവർക്ക് രണ്ടുപേർക്കും ആ ഉമ്മൻചാണ്ടിയുടെയും രമേശ് ചെന്നിത്തലയുടെയും അല്ലെങ്കിൽ അതിനു മുൻപ് ആന്റണിയുടെയും കരുണാകരന്റെ സ്ഥാനത്തേക്കൊന്നും ഉയരാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു നേതൃത്വത്തിന്റെ ഒരു പ്രശ്നമുണ്ട്. ആരാണ് പിണറായി